ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് തേങ്ങ വറുത്തരച്ചൊരു ഞണ്ട് കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഞണ്ട് നമുക്കത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോയും കൂടെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വലിയ ഞണ്ടൊന്നുമല്ല, ഇത് ഇടത്തരം ഞണ്ടുമുണ്ട്, അതിൻ്റെ കൂടെ ചെറിയ ഞണ്ടുമുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞണ്ട് നമ്മൾ ഇതുപോലെ കയ്യിലെടുത്തിട്ട് അതിൻ്റെ ചെറിയ കാലുകളൊന്നും നമുക്ക് ആവശ്യമില്ല, അതൊന്നും മാംസമൊന്നും ഉള്ള കാലുകളൊന്നുമല്ല. അതെല്ലാം നമുക്കിതുപോലെ തന്നെ കൈകൊണ്ട് തന്നെ നമുക്ക് പിരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ, കത്തിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന രണ്ട് കാലിന് മാംസമുള്ളതാണ്, അപ്പോൾ അത് നമ്മളത് കറിക്കായിട്ട് നമ്മൾ എടുക്കും. അപ്പോൾ ഇത് ചെറിയ ഞണ്ടായതുകൊണ്ടാണ്, വലിയ ഞണ്ടാണെങ്കിൽ ഇതിലും വലിയ കാലായിരിക്കും, അപ്പോൾ ഒരുപാട് മാംസമൊക്കെ ഉള്ളതായിരിക്കും ഞണ്ടിന്. എന്നിട്ട് കത്തി കൊണ്ട് ഇതിൻ്റെ ഈ കാണുന്ന ഒരു മടങ്ങിയിരിക്കുന്ന പോർഷൻ ഇങ്ങനെ പൊക്കി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കത്തി ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അതിൻ്റെ തോടിങ്ങനെ പൊളിഞ്ഞു വരും. പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ആ സൈഡിൽ കാണുന്ന ആ ഒരു പോർഷൻ നമ്മളിങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റണം. അതും അതിൻ്റെ താഴെ വശത്ത് കാണുന്ന ആ ഒരു പോർഷനില്ലേ, അതും കൂടെ മാറ്റണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഞണ്ട് ക്ലീൻ ചെയ്യേണ്ടത്. പിന്നെ വലിയ ഞണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിത് രണ്ടായിട്ട് മുറിച്ചെടുക്കുക. ഇതിപ്പോൾ ചെറിയ ഞണ്ടാണ്, അത് അങ്ങനെ തന്നെ ഇട്ട് കറി വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഞണ്ടും ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ കാലുകളെല്ലാം ഇതുപോലെ മുറിച്ച് മാറ്റുക, അത് വേസ്റ്റിലേക്ക് ഇടുക. എന്നിട്ട് ആ വലിയ കാല് മാത്രം നമുക്ക് ഈ ഞണ്ടിൻ്റെ കൂടെ ഇട്ട് നമുക്ക് കറി വയ്ക്കാം. അപ്പം ഞാൻ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതുപോലെ ആ പുറത്ത് കാണുന്ന അതിൻ്റെ തോടിങ്ങനെ പൊക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് ഇങ്ങോട്ട് പൊളിഞ്ഞു വരും. എന്നിട്ട് ആ സൈഡിൽ കാണുന്ന പോർഷനും അതിൻ്റെ താഴെയുള്ള പോർഷനും ഒക്കെ നമ്മൾ ഇതുപോലെ കൈകൊണ്ട് തന്നെ നമുക്ക് പറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, കത്തിയുടെ ആവശ്യമൊന്നുമില്ല. മൊത്തം അതങ്ങോട്ട് ക്ലീൻ ചെയ്ത് മാറ്റുക, ഇത്രയേ ഉള്ളൂ. പിന്നെ അകത്ത് അതിന് ഉള്ളിൽ കാണുന്ന ആ ഒരു മഞ്ഞ കളറിൽ കാണുന്നില്ല, അതും കൂടെ ഒന്ന് ചിരണ്ടി കളയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞണ്ട് ക്ലീൻ ചെയ്യാനൊന്നും ഒരുപാട് വലിയ പണിയൊന്നുമല്ല, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോ ഞണ്ടും ഞാൻ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ എല്ലാം ഞാൻ അതുപോലെ തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി കല്ലുപ്പമാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കണം. ഒരു 5-8 പ്രാവശ്യം നമ്മൾ ഇതുപോലെ തേച്ച് കഴുകിയെടുക്കുക. അപ്പോൾ നമ്മൾ ആ ഫ്രണ്ടിലെ കാല് മുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ആ സൈഡിലെ പോർഷൻ ഞാൻ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇറുക്കുന്ന ആ ഒരു പോർഷൻ മാത്രം ഞാൻ പൊട്ടിച്ചിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത്. വലുതാണെങ്കിൽ നമുക്ക് രണ്ടായിട്ട് തന്നെ മുറിച്ചിട്ട് കൊടുക്കാം, ചെറുത് അതുപോലെ തന്നെ ഇട്ടാലും കുഴപ്പമില്ല. കാലും ഞാൻ രണ്ടായിട്ട് തന്നെ മുറിച്ചാണ് ഇനി എടുക്കാൻ പോകുന്നത്. ഇനി നന്നായിട്ട് ലാസ്റ്റാണ് കേട്ടോ ഞാനിത് കഴുകി എടുത്തത്, കൂടുതൽ പ്രാവശ്യം കഴുകുന്നത് ഞാൻ കാണിക്കാഞ്ഞിട്ടാണ്. അപ്പോൾ ഇതെല്ലാം നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വയ്ക്കണം. അപ്പോൾ ഇതേ ഞാൻ ചട്ടിയിലാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുടംപുളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ പച്ചമുളക്, തക്കാളി, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. കാര്യം വെച്ചാൽ ഞണ്ടിൽ വെള്ളം ഉള്ളതാണ്, ഞണ്ടിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വന്ന സമയത്ത് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ, അപ്പോൾ ആ ഉള്ളിയും കൂടെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞണ്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇത് വേകട്ടെ. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ വറുത്തരയ്ക്കണം. അപ്പോൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം.
അപ്പം ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കുരുമുളകും പെരിഞ്ചീരകവും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഉണ്ട്. അപ്പോൾ ഈ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എണ്ണ ഒഴിക്കുന്നില്ല. ആദ്യം തേങ്ങയിൽ നിന്നും അല്പം ജലാംശം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട. തേങ്ങ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത പൊടി ഐറ്റംസ് ആണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്തത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അത് എരിവ് കൂടിയതും ചേർത്തിട്ടുണ്ട്, എരിവില്ലാത്ത മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്ത് കിട്ടണം. തണുത്ത് കഴിഞ്ഞ് ഞാനിത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞണ്ടിലേക്ക് ഈ അരപ്പൊന്നും, ഞണ്ട് വെന്തിരിക്കണം കേട്ടോ, നന്നായിട്ടെല്ലാം വെന്ത് വെള്ളമൊക്കെ വറ്റിയിരിക്കണേ. ഇനി ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഗ്രേവി എത്രത്തോളം വേണോ അതനുസരിച്ച് നമുക്ക് ആ ജാറ് കഴുകിയിട്ട് ഞാൻ ആ വെള്ളവും കൂടെ അല്പം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഗ്രേവി തന്നെ ഉണ്ട്. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. അപ്പോൾ ഇതേ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരുന്നുണ്ടെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിയൊന്നും തിളച്ച് വറ്റാറാകുന്ന ഒരു സമയത്താണ് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് നമ്മൾ തേങ്ങയുടെ കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും ഒരു ലാസ്റ്റ് ഒരു ഫ്ലേവർ നമുക്ക് കറിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തത്. ഇനി ഒരു വറയും കൂടെ താളിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ഞണ്ട് കറി ഇവിടെ റെഡിയാണ്. വളരെ ടേസ്റ്റിയാണ്. ചോറ് കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി. ഞണ്ട് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.